വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ വെരി ഓൾഡ് മാൻ വിത്ത് അനോമസ് വിങ്സ് എന്ന ചാപ്റ്ററാണ്. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ചാപ്റ്റർ. ഫസ്റ്റ് ഓഥറിൻ്റെ പ്രൊഫൈൽ നോക്കാം. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്, ഹി വാസ് ബോൺ ഇൻ 1927 ആൻഡ് ഡൈഡ് ഇൻ 2014, വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century. ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്തായിരുന്നു? ഒരു കൊളംബിയൻ നോവലിസ്റ്റാണ് ആൻഡ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century. 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാനപ്പെട്ട എഴുത്തുകാരന് കൂടിയായിരുന്നു ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഹി വാസ് അവാർഡഡ് ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. 1982 അദ്ദേഹത്തിന് സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ, നോ വൺ റൈറ്റ്സ് ടു ദ കേണൽ ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. ഹീ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ് ആര്? ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ഇനി ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഈ ടൈറ്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഷോർട്ട് സ്റ്റോറി എന്താണ്? മാജിക്കൽ റിയലിസം ഉൾക്കൊള്ളുന്ന ആ കാറ്റഗറിയിൽ വരുന്ന ഒരു റൈറ്റിംഗ് ആണ്. അപ്പോൾ എന്താണ് മാജിക്കൽ റിയലിസം എന്ന് നോക്കാം. ടൈറ്റിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഒരു ഓൾഡ് മാനെ കുറിച്ചാണ്. വെരി ഓൾഡ് മാൻ, അങ്ങേയറ്റം പ്രായം ചെന്ന വ്യക്തിയാണ്. വിത്ത് എനോമസ് വിങ്സ്, അദ്ദേഹത്തിന് എന്തുണ്ട്? വലിയ ചിറകുകളുണ്ട്. ആ എനോമസ് വിങ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സാധാരണ ഹ്യൂമൻ ബീയിങ്സിന് ചിറകുകൾ ഉണ്ടാവാറില്ല, വിങ്സ് ഉണ്ടാവാറില്ല. ഇത്തരത്തിൽ മാജിക്കും റിയലിസം കൂടി വരുന്ന തരത്തിലുള്ള റൈറ്റിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മാജിക്കൽ റിയലിസം എന്ന് പറയാം. അതിനെക്കുറിച്ച് നമ്മുടെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ജസ്റ്റ് നോക്കാം. മാജിക്കൽ റിയലിസം ഈസ് വൺ ഓഫ് ദി യുണീക്ക് നെറേറ്റീവ് സ്റ്റൈൽസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ച്വറി. 20ാം നൂറ്റാണ്ടിൽ വന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ്, റൈറ്റിംഗ് ടെക്നിക്കാണ് എന്ത്? മാജിക്കൽ റിയലിസം. മെനി ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ലൈക്ക് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് ആൻഡ് അതേഴ്സ് സച്ച് ആസ് സൽമാൻ റുഷ്ദി, ഇന്ത്യൻ റൈറ്റർ ആയിട്ടുള്ള സൽമാൻ റുഷ്ദി, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള ഗബ്രിയൽ ഗാർഷ്യ മാർക്കസിനെ പോലുള്ള റൈറ്റേഴ്സ്, ആഞ്ചല കാർട്ടർ, ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ജനർ. ഈ 3 വ്യക്തികളായിരുന്നു പ്രധാനമായിട്ടും ഈ തരത്തിലുള്ള റൈറ്റിങ്സിന് ഒരുപാട് സംഭാവനകൾ കൊടുത്ത വ്യക്തികൾ. വർക്ക്സ് ഇൻ ദ ജനർ ഡെപിക്ട് ദ റിയൽ വേൾഡ് വിത്ത് ആൻ അണ്ടർ കറൻറ്റ് ഓഫ് മാജിക് ഓർ ഫാൻറ്റസി. അതാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അതിനെന്ത് ചെയ്യും? മാജിക്കും ഫാൻറ്റസിയും കൂടി അതിൽ മിക്സ് ചെയ്യും. അത്തരത്തിലുള്ള ഒരു വിവരണമാണ് ഇത്തരം റൈറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുക. ലൈക്ക് ഫെയറി ടെയിൽ, ഇത് എന്തുപോലെ തോന്നും? നമുക്ക് അത്ഭുത കഥകൾ പോലെ തോന്നും. വർക്ക്സ് ഓഫ് മാജിക്കൽ റിയലിസം ബ്ലർ ദ ലൈൻ ബിറ്റ്വീൻ ഫാൻറ്റസി ആൻഡ് റിയാലിറ്റി. ഇതെന്താണ്? റിയാലിറ്റിയുടെയും ഫാൻറ്റസിയുടെയും അതിർവരമ്പിലൂടെ പോവുകയാണ്. അപ്പോൾ ഒരേ സമയം റിയലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, മാജിക്കൽ എലമെൻസും അതിലുണ്ടാവും. ഇത്തരം റൈറ്റിങ്സിനെയാണ് നമ്മൾ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ടൈറ്റിൽ നോക്കാം. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ദാറ്റ് ഈസ് എ റൈറ്റിംഗ് ബൈ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. ലിസൺ ടു ഫസ്റ്റ് പാരഗ്രാഫ്. ദ ലൈറ്റ് വാസ് വീക്ക് ഈവൺ അറ്റ് noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദ ലൈറ്റ് വാസ് വീക്ക്, അതായത് വേണ്ടത്ര വെളിച്ചമൊന്നുമില്ല, നല്ല സൂര്യപ്രകാശമൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഈവൺ അറ്റ് noon, ഉച്ചയായിട്ടുണ്ട്, എന്നിരുന്നാലും വേണ്ടത്ര ലൈറ്റൊന്നുമില്ല. വെൻ പെലായോ, സെൻട്രൽ ക്യാരക്ടറാണ് പെലായോ വാസ് കമ്മിങ് ബാക്ക് ടു ദ ഹൗസ്, അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഇറ്റ് വാസ് ഹാർഡ് ഫോർ ഹിം ടു സീ വാട്ട് വാസ് മൂവിങ് ആൻഡ് ഗ്രോണിങ് ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. വീടിൻ്റെ പിറകുവശത്ത്, റിയർ മീൻസ് എന്താ? പിറകുവശത്ത്. ഗ്രോണിങ് മീൻസ് എന്താ? ഒരു ഞരക്കം പോലെ. ആൻഡ് മൂവിങ്, എന്തോ ഒരു ഞരക്ക സൗണ്ട് ഉണ്ടാക്കിയിട്ട് എന്തോ മൂവ് ചെയ്യുന്നുണ്ട് കോർട്ട്യാർഡിൽ. മുറ്റത്ത്, പിറകുവശത്തെ മുറ്റത്ത് എന്തോ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. കാരണം തൊട്ട് മുന്നേ പറഞ്ഞു വേണ്ടത്ര ലൈറ്റൊന്നും ഇല്ലാത്തൊരു ദിവസമാണ്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അങ്ങനെ അദ്ദേഹം അതിൻ്റെ വളരെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ. അങ്ങനെ അദ്ദേഹം അടുത്ത് പോയി നോക്കുകയാണ്. പോയി നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഇറ്റ് വാസ് ആൻ ഓൾഡ് മാൻ, അങ്ങേയറ്റം പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്. എ വെരി ഓൾഡ് മാൻ, നല്ല പ്രായമുണ്ട്. ദ മാൻ വാസ് ലൈങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അദ്ദേഹം എന്താണ്? മഡിൽ മുഖം അമർത്തിയിട്ട് കിടക്കുകയാണ്.
ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ട്രമൻഡസ് എഫേർട്സ് ദ മാൻ കുഡിൻ ഗെറ്റ് അപ്പ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ട്രമൻഡസ് എഫേർട്ട്, കഠിനമായിട്ട് അയാൾ ശ്രമിക്കുന്നുണ്ട്, സ്ട്രോങ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഇംപെഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. പക്ഷെ അദ്ദേഹത്തിന് എന്തുണ്ട്? വലിയ ചിറകുകളുണ്ട്. ഇംപെഡഡ് മീൻസ് തടസ്സമായിട്ട് നിൽക്കുക. അപ്പോൾ വലിയ ചിറകുണ്ട്, അതിൻ്റെ തടസ്സം കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എണീക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ അവിടെ ഫസ്റ്റ് തന്നെ സ്റ്റോറിയുടെ ഒരു സെറ്റിങ് നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലേ. പെലായോ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് കോർട്ട്യാർഡിൻ്റെ പിറകുവശത്തായിട്ട് ഒരു വെരി ഓൾഡ് മാൻ വിത്ത് ആൻ അനോമസ് വിങ്സ്, അയാൾ അവിടെ വീണ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് എണീക്കാനൊന്നും സാധിക്കുന്നില്ല, കാരണം ചിറക് കാരണം എണീക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. ഫ്രൈറ്റൻ ബൈ ദ സൈറ്റ്, ഇദ്ദേഹം ആകെ പേടിക്കുക. ഫ്രൈറ്റൻ മീൻസ് പേടിക്കുക, നന്നായിട്ട് പേടിച്ചു. പെലായോ റാൻ ടു ഗെറ്റ് എലിസെൻഡ. എലിസെൻഡ മീൻസ് ഹിസ് വൈഫ്, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരാണ് എലിസെൻഡ. അദ്ദേഹം നേരെ പേടിച്ച് ആരടുത്തേക്ക് ഓടുകയാണ്? വൈഫിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. ഈ സമയത്ത് വൈഫ് എന്ത് ചെയ്യായിരുന്നു? ഷി വാസ് പുട്ടിങ് കംപ്രസസ്. കംപ്രസസ് എന്ന് പറഞ്ഞാൽ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ ടവല് പോലത്തെ വസ്തുക്കൾ നനച്ചിട്ട് എന്ത് ചെയ്യും? നെറ്റിയിൽ അമർത്തി കൊടുക്കും അല്ലേ. അങ്ങനെ മകന് പനിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവന് സിക്ക് ചൈൽഡ്, സിക്ക് മീൻസ് അസുഖമുള്ള മകൻ അവിടെ കിടക്കുന്നുണ്ട്. ആ മകനെ നോക്കിക്കൊണ്ട് നെറ്റിയിലൊക്കെ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? മദർ, അദ്ദേഹത്തിൻ്റെ വൈഫ്. അപ്പോൾ പെലായോ നേരെ വൈഫിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഹീ ടുക്ക് ഹർ ടു ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. അങ്ങനെ അദ്ദേഹം വൈഫിനെയും ഈ പിറകുവശത്തേക്ക്, കോർട്ട്യാർഡിൻ്റെ പിറകുവശത്തേക്ക് കൊണ്ടുവരികയാണ്. റിയർ മീൻസ് ബാക്ക് എന്നുള്ള മീനിങ് ആണ്. ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. ഈ വീണ് കിടക്കുന്ന വ്യക്തി അവർ രണ്ടുപേരും നോക്കുകയാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ തുണികളൊക്കെ കളക്ട് ചെയ്ത് വിൽക്കുന്ന ആളുകളെയാണ് റാഗ് പിക്കർ. അതായത് മുഷിഞ്ഞ് അങ്ങേയറ്റം പ്രായം ചെന്ന ഒരു വ്യക്തിയാണ്. There were only a few faded hairs left on his bald skull and very few teeth in his mouth. ഇനി അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ് ആണ് പറയുന്നത്. ഈ ഓൾഡ് മെൻ എങ്ങനെയാ? അദ്ദേഹം എന്താ പറയുന്ന? എ ഫ്യൂ ഫെയ്ഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ. അദ്ദേഹം കഷണ്ടി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇനി തലയിലോ കുറച്ച് മുടികളേ ഉള്ളൂ. എ വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വായിൽ അതുപോലെ കുറച്ച് പല്ലുകളേ ഉള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ, പിറ്റിഫുൾ മീൻസ് ബാഡ് അല്ലേ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ മോശമാണ്. സീംഡ് ദാറ്റ് എ ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഡ്രഞ്ച്ഡ് മീൻസ് എന്താ? നനഞ്ഞു കുതിർന്ന, അതായത് അങ്ങേയറ്റം നനഞ്ഞു കുതിർന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനെ പോലെ തോന്നിച്ചു അദ്ദേഹം. ദിസ് ടുക്ക് അവേ എനി സെൻസ് ഓഫ് ഗ്രാൻഡർ ഹി മൈറ്റ് ഹാവ് ഹാഡ്. അദ്ദേഹത്തെ കണ്ടാൽ നമുക്ക് എന്ത് തോന്നും? അദ്ദേഹത്തിന് ഗ്രാൻഡർ മീൻസ് എന്താ? ഒരു കാലത്ത് ഇയാൾ നല്ല ഉഷാറായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നില്ല, അത്രയും മോശം അവസ്ഥയാണ്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലെക്കഡ് വർ എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. പിന്നെ അദ്ദേഹത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു വലിയ ചിറകുകളുണ്ട്. അതിനെന്താ വിശേഷിപ്പിക്കുന്നത്? ബസാർഡ് വിങ്സ്. ബസാർഡ് വിങ്സ് മീൻസ് എന്താ? പരുന്തിനെ പോലെ അല്ലേ, വെളുത്ത് ഉള്ള ഒരു ടൈപ്പ് ഓഫ് പരുന്തിനെയാണ് ബസാർഡ് എന്ന് പറയാം. ആ ബസാർഡിൻ്റെ വിങ്സ് പോലെ വലിയ ചിറകുകളുണ്ട്. പക്ഷേ ആ ചിറകിൻ്റെ അവസ്ഥ എന്താ? വിങ്സിൻ്റെ അവസ്ഥ എന്താ? ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലെക്കഡ്. അത് വളരെ ഡേർട്ടിയാണ്, ചളിയൊക്കെ പിടിച്ച് മുഷിഞ്ഞിട്ടുണ്ട്. ഹാഫ് പ്ലെക്കഡ് മീൻസ് എന്താ? തൂവലൊക്കെ പകുതിയും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. എൻറ്റാങ്കിൾഡ് ഇൻ ദ മഡ്. മാത്രമല്ല ഇത് എന്തിൽ നിറയെ എന്ത് ഉണ്ട്? അതിൽ മണ്ണിൽ കുതിർന്ന് നിൽക്കുകയാണ്, മണ്ണിൽ കുടുങ്ങി നിൽക്കുകയാണ് ഈ ചിറക്. അതുകൊണ്ടാണ് ആ ഗ്രേറ്റ് മാൻ എന്ത് ചെയ്യാൻ പറ്റാത്തത്? അവിടുന്ന് എണീക്കാൻ സാധിക്കാത്തത്. ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. They looked at him so long and so close that Pelayo and Elisenda very soon overcome their surprise. അപ്പോൾ ആദ്യം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർക്കൊരു പേടിയായിരുന്നു അല്ലേ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവരുടെ സർപ്രൈസും ആ പേടിയൊക്കെ മാറിയിട്ട് അവരടുത്തേക്ക് പോകാൻ തുടങ്ങി. ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറച്ച് സമയം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവർക്ക് അദ്ദേഹത്തെ ഒരു ഫെമിലിയാരിറ്റി, ഒരു പരിചയം തോന്നുകയാണ്. ദെൻ ദേ ഡയേർഡ് സ്പീക്ക് ടു ഹിം. ഡയേർഡ് മീൻസ് എന്താ? ധൈര്യം തോന്നുക. നെക്സ്റ്റ് എന്ത് ചെയ്തു? അദ്ദേഹത്തോട് സംസാരിക്കാൻ അവർക്ക് ധൈര്യം തോന്നുകയാണ്. ആൻഡ് ഹി ആൻസേർഡ് ഇൻ ദ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്റ്റ്. ഇൻകോംപ്രിഹെൻസിബിൾ മീൻസ് എന്താ? മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഡയലക്റ്റ്, എന്തോ ഒരു ഭാഷയാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. വിത്ത് സ്ട്രോങ് സെയിലേഴ്സ് വോയിസ്. അത് എന്തുപോലെ തോന്നി? സെയിലേഴ്സ്, കടൽ യാത്ര നടത്തുന്ന ആളുകളുടെ ഭാഷ പോലെ ഇവർക്ക് മനസ്സിലാവാത്ത എന്തോ ഒരു ഭാഷയാണ് ഈ ഓൾഡ് മാൻ സംസാരിക്കുന്നത്. ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് എ ലോൺലി കാസ്റ്റവേ. കാസ്റ്റവേ മീൻസ് എന്താ?
കപ്പലൊക്കെ തകർന്ന് ഒറ്റപ്പെട്ട് ദ്വീപിലെത്തിച്ചേരുന്ന വ്യക്തികളെയാണ് നമ്മൾ എന്ത് പറയുക, കാസ്റ്റവേ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെലായക്കും വൈഫിനും എന്ത് മനസ്സിലായി, ഇദ്ദേഹം കപ്പലോ മറ്റോ തകർന്ന് ഒറ്റപ്പെട്ട് വന്ന ഒരു വ്യക്തിയാവാം. ഫ്രം സം ഫോറിൻ ഷിപ്പ്, അല്ലേ, ഫോറിൻ ഷിപ്പിൽ നിന്ന് മറ്റോ കപ്പൽ തകർന്നപ്പോൾ രക്ഷപ്പെട്ടു വന്ന വ്യക്തിയാവാം. റെക്കഡ് ബൈ ദ സ്റ്റോം, അല്ലേ, ഈ കപ്പൽ തകരാൻ കാരണം എന്തായിരിക്കും? സ്റ്റോം മീൻസ് കൊടുങ്കാറ്റ് കാരണം തകർന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വ്യക്തിയാവും. ദെൻ ദേ കാൾഡ് ഇൻ ദ നൈബർ വുമൻ ടു സീ ഹിം. പിന്നെ അവരെന്ത് ചെയ്യാണ്, അവരുടെ നൈബർ വുമനെ വിളിക്കുകയാണ്, ഇദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുകയാണ്. ഓൾ ഷീ നീഡഡ് വാസ് ഓൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്, ഹീസ് ആൻ ഏഞ്ചൽ. പക്ഷേ ഈ നൈബർ വുമൺ വന്ന ഉടനെ ഇവരോട് പറയാണ്, നിങ്ങൾ വിചാരിച്ച പോലെയൊന്നും അല്ല, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇദ്ദേഹം സൈലറൊന്നും അല്ല, പകരം എന്താ, ഹീസ് ആൻ ഏഞ്ചൽ, അദ്ദേഹം ഒരു ഏഞ്ചലാണ്. ഷീ ടോൾഡ് ദം ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ ദ ചൈൽഡ്. അദ്ദേഹം എന്തിന് വന്നതായിരിക്കും? നിങ്ങളുടെ കുട്ടിയെ പിടിക്കാൻ വന്നതായിരിക്കും, കുട്ടിയെ എടുത്ത് പോകാൻ വന്നതായിരിക്കും. ബട്ട് ദ പുവർ ഫെല്ലോ ഈസ് സോ ഓൾഡ് ദാറ്റ് ദ റെയിൻ നോക്ക്ഡ് ഹിം ഡൗൺ. പക്ഷേ ഇദ്ദേഹത്തിന്, ഈ ഏഞ്ചലിന് നല്ല പ്രായമായ കാരണം എന്തായിരിക്കും? മഴയ്ക്ക് ആയത് കാരണം ചിറക് നനഞ്ഞ് താഴെ വീണതായിരിക്കും എന്ന് നൈബർ വുമൺ ഇവരോട് പറയാണ്. On of the following day, everyone knew that a flesh and blood angel was held captive in Pelaya's house. പക്ഷേ ഈ വാർത്ത എന്ത് ചെയ്തു, പെട്ടെന്ന് പരക്കാണ്. അടുത്ത ദിവസം എന്ത് ചെയ്തു, ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അറിയാണ്, അല്ലേ, എന്താ അറിയുന്നത്? ദർ ഈസ് എ ഫ്ലെഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ, ജീവനുള്ള ഒരു ഏഞ്ചൽ എവിടെയുണ്ട്? വാസ് ഹെൽഡ് ക്യാപ്റ്റീവ്. ക്യാപ്റ്റീവ് മീൻസ് തടവിലാക്കിയിട്ടുണ്ട്. ഇൻ പെലായോസ് ഹൗസ്. പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. അപ്പോൾ പെലായോ എന്ത് ചെയ്യുന്നുണ്ട്, തൊട്ട് തലേ ദിവസം തന്നെ കിച്ചണിൽ നിന്ന് ഇദ്ദേഹത്തെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആംഡ് വിത്ത് ഹിസ് ബെയിലിഫ്സ് ക്ലബ്. ബെയിലിഫ്സ് മീൻസ് എന്താ, കോടതിയിലൊക്കെ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ഉദ്യോഗസ്ഥനെയാണ് എന്ത് പറയുക, ബെയിലിഫ് എന്ന് പറയാം. അപ്പോൾ ബെയിലിഫ്സ് ക്ലബ് മീൻസ് എന്താ, ഇവരുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു വടി പോലത്തെ, പോലീസുകാരുടെ കയ്യിലൊക്കെ ലാത്തിയുള്ള പോലുള്ള ഒരു വടി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബെയിലിഫ്സ് ക്ലബ്. അപ്പോൾ ഇവിടെ എന്താണ്, പെലായോക്ക് പേടിയുണ്ട്, ഇദ്ദേഹം എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. ഈ ഓൾഡ് മാൻ, ഏഞ്ചലാന്ന് പറഞ്ഞാൽ ഓൾഡ് മാൻ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയില്ല. അതുകൊണ്ട് തലേ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം കിച്ചണിൽ നിന്ന് ആഫ്റ്റർനൂൺ വരെ ഇദ്ദേഹത്തെ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കയ്യിൽ എന്തുണ്ട്, ബെയിലിഫ്സ് ക്ലബ്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്, ബെയിലിഫാണ്. ബെയിലിഫ് മീൻസ് കൊട്ടാരത്തിലേക്ക് നിയമങ്ങൾ നടപ്പാക്കാനുള്ള ഉദ്യോഗസ്ഥനെയാണ് ബെയിലിഫ് എന്ന് പറയുന്നത്. ബിഫോർ ഗോയിങ് ടു ബെഡ് ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ് ആൻഡ് ലോക്ക്ഡ് ഹിം അപ്പ് വിത്ത് ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. പക്ഷേ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്തു, പെലായോ പോയിട്ട് ഈ ഓൾഡ് മാനെ എന്ത് ചെയ്തു, അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് എവിടെ ലോക്ക് ചെയ്തു, ഹെൻസ് ഇൻ ദ ചിക്കൻ കൂപ്പ്. ചിക്കൻ കൂപ്പ് മീൻസ് കോഴിക്കൂട്, അല്ലേ, കോഴിയുടെ കൂട്ടിൽ ഹെൻസിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്, ഈ ഓൾഡ് മാനെ അദ്ദേഹം ലോക്ക് ചെയ്ത് വെക്കുകയാണ് രാത്രി. എ ഷോർട്ട് ടൈം ആഫ്റ്റർവേർഡ് ദ ചൈൽഡ് വോക്ക് അപ്പ് വിത്തൗട്ട് എ ഫീവർ ആൻഡ് വിത്ത് എ ഡിസയർ ടു ഈറ്റ്. ഇനി എന്താ പറയുന്നത്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്, വലിയ ചിറകുള്ള ഇയാൾ വന്നതിന് ശേഷം, ഇയാളപ്പോൾ ചിക്കൻ കൂപ്പിലാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ എന്ത് സംഭവിച്ചത്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവരുടെ കുട്ടിക്ക്, നേരത്തെ നമുക്കറിയായിരുന്നു കുട്ടിക്ക് നല്ല പനിയായിരുന്നു, ഈ കുട്ടിയുടെ പനിയൊക്കെ, അസുഖമൊക്കെ ഒന്ന് മാറി, കുട്ടി എന്ത് ചെയ്തു, ആൻഡ് എ ഡിസയർ ടു ഈറ്റ്, അവൻ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി. ദെൻ ദേ ഫെൽറ്റ് മാഗ്നാനിമസ്. ഇതോടുകൂടി എന്ത് ചെയ്തു, ഈ ഫാമിലിക്ക് എന്ത് തോന്നുകയാണ്, മാഗ്നാനിമസ് മീൻസ് ഗ്രേറ്റ്ഫുൾനെസ്. ഇത് ഈ ഏഞ്ചൽ വന്നതുകൊണ്ടായിരിക്കും എന്ന് അവർ ചിന്തിക്കുകയാണ്. ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ്. റാഫ്റ്റ് മീൻസ് എന്താ, ചങ്ങാടം. അതായത് നേരത്തെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഇതൊരു സെയിലറായിരിക്കും, അല്ലേ, അപകടം മൂലം കപ്പലിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടു പോയ ഒരു സെയിലറാവെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുക, ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻ ഫോർ 3 days. 3 ദിവസം കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു റാഫ്റ്റിലാക്കിയിട്ട്, ഒരു ചങ്ങാടത്തിലാക്കിയിട്ട് ഇയാളെ എങ്ങോട്ട് വിടാം, ആൻഡ് ലീവ് ഹിം ടു ഹിസ് ഫെയ്റ്റ് ഓൺ ദ ഹൈ സീ. കടലിലേക്ക് ഒഴുക്കി വിടാം, അങ്ങനെ ഇയാൾ രക്ഷപ്പെട്ടോളും എന്നാണ് ഈ ഫാമിലി വിചാരിക്കുന്നത്, പെലായോ വിചാരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒക്കെ ഡിസൈഡ് ചെയ്തിട്ട് അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ബട്ട് വെൻ ദേ വെൻറ്റ് ഔട്ട് ഇൻ ദ കോർട്ട്യാർഡ് അറ്റ് ദ ഫസ്റ്റ് ലൈറ്റ് ഓഫ് ദ ഡോൺ they found the whole neighborhood in front of the chicken coop having fun with the angel.
പക്ഷെ തൊട്ടടുത്ത ദിവസം ഡോൺ മീൻസ് പ്രഭാതം, പ്രഭാതത്തെ വെളിച്ചം വരുന്ന സമയത്ത് ഇദ്ദേഹം പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ കാണുന്നത്? ദേ ഫൗണ്ട് ദ വോൾ നൈബർഹുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ചിക്കൻ കൂപ്പ് ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. ആ നൈബർഹുഡിലുള്ള മുഴുവൻ ആളുകളും അവിടെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്യാണ്? ഈ ചിക്കൻ കൂപ്പിന് മുന്നിൽ നിന്നിട്ട് നമ്മുടെ ഏഞ്ചലിനെ അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ വിസിറ്റേഴ്സ് വേർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്. അപ്പോൾ ഈ വന്നിട്ടുള്ള വിസിറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വേർ ടോസിങ്, അവർ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിംഗ് ഇൻ ദ കൂപ്പ്. ഈ കൂപ്പിൻ്റെ ഓപ്പണിങ്ങിലൂടെ ഈ ഏഞ്ചലിനുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ഹി വർ ഇൻ സൂപ്പർ നാച്ചുറൽ ക്രീച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. പക്ഷേ ഇവരെങ്ങനെയാ ഈ ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്യുന്ന? ഒരു സർക്കസ് ആനിമലായിട്ടാണ്, അല്ലാതെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറായിട്ടൊന്നും ഈ നൈബർഹുഡിലുള്ള വ്യക്തികൾ കൺസിഡർ ചെയ്യുന്നില്ല. ദ ന്യൂസ് ഓഫ് ദ ക്യാപ്റ്റീവ് ഏഞ്ചൽ സ്പ്രെഡ് വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. ഈ ഏഞ്ചലിനെ ക്യാപ്റ്റീവ് ആക്കിയിട്ട്, ക്യാപ്റ്റീവ് മീൻസ് തടവിലാക്കിയ വാർത്ത എന്ത് ചെയ്തു? സ്പ്രെഡ്, എല്ലായിടത്തും വ്യാപിക്കുകയാണ്. വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി. റാപ്പിഡിറ്റി മീൻസ് സ്പീഡിൽ, അല്ലേ? പെട്ടെന്ന് എല്ലായിടത്തും ഈ വാർത്ത പരക്കാണ്. ആഫ്റ്റർ ഫ്യൂ ഹവേഴ്സ് ദ കോർട്ട്യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. കോർട്ട്യാർഡ് എന്ത് ചെയ്തു? ഈ മുറ്റം നിറയെ ബസിൽ മീൻസ് ബഹളങ്ങൾ, ആളുകളുടെ ബഹളങ്ങളായി. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ മാർക്കറ്റ് പ്ലേസ്. ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ നിറയെ ബഹളങ്ങളാണ്. ദ കപ്പിൾ ഹാഡ് ടു കോൾ ദ ട്രൂപ്സ്. കപ്പിൾസിന്, ഈ പെലായയ്ക്കും അദ്ദേഹത്തിൻ്റെ വൈഫിനും എന്ത് ചെയ്യേണ്ടി വന്നു? കോൾ ദ ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു. ടു ഡിസ്പേഴ്സ് ദ മോബ് മീൻസ് ആൾക്കൂട്ടം. ഈ ആൾക്കൂട്ടത്തെ പറഞ്ഞു വിടാൻ പെലായോക്കും അദ്ദേഹത്തിൻ്റെ വൈഫിനും ട്രൂപ്സിനെ വിളിക്കേണ്ടി വന്നു. ദേ ഗോട്ട് ദ ഐഡിയ ഫെൻസിങ് ഇൻ ദ യാർഡ്. അങ്ങനെ അവരെന്ത് ചെയ്തു? അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, ഫെൻസ് ചെയ്യാം. അവരുടെ പ്രോപ്പർട്ടി ചുറ്റുവശത്തും വേലി കെട്ടുക. ഫെൻസിങ് മീൻസ് വേലി കെട്ടാമെന്ന് ചിന്തിക്കുകയാണ്. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദ ഏഞ്ചൽ. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഏഞ്ചലിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു അഡ്മിഷൻ ഫീ വെക്കാം. എത്രയാണ്? 5 cents. സെൻറ്റ് മീൻസ് അവിടുത്തെ ചെറിയ പൈസയാണ്. 5 cents വെക്കാം. ദ ക്യൂരിയസ് കെയിം ഫ്രം ഫാർ എവേ. പക്ഷേ എന്ത് ചെയ്തു? ഈ ആകാംക്ഷയുള്ള ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് വരാൻ തുടങ്ങി. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ വന്ന ആളുകൾ ഇൻവാലിഡ്സ് മീൻസ് എന്തെങ്കിലും അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകളുള്ള ആളുകളാണ്. ഓൺ എർത്ത് കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അവരുടെ ആരോഗ്യം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് വൈകല്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് വന്നത്. പെലായോ ആൻഡ് എലിസെൻഡ were happy with the fatigue. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ ഇവർക്ക് സന്തോഷം തോന്നുകയാണ്, കാരണം കൂടുതൽ ക്യാഷ് കിട്ടുന്നുണ്ട്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംബ്ഡ് മീൻസ് എന്താ? ശേഖരിക്കുക, ഫില്ല് ചെയ്യുക. ഒരുപാട് നിറഞ്ഞു, അല്ലേ? ക്രാംബ്ഡ് ദെയർ റൂംസ് വിത്ത് മണി. അവരുടെ റൂം എന്ത് ചെയ്തു? പണം കൊണ്ട് കുമിഞ്ഞുകൂടി, കാരണം അത്രയും ആളുകൾ വരുന്നുണ്ട്. സ്റ്റിൽ ദ ലൈൻ ഓഫ് ദ പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറൈസൺ. എക്സാജറേറ്റ് ചെയ്ത് പറയണം. എന്താണ് പറയുന്നത്? ഇത്രയൊക്കെ ക്യാഷ് വാങ്ങിയിട്ടും ഇപ്പോഴും ഈ വരുന്ന തീർത്ഥാടകർ, അവരെ തീർത്ഥാടകരായിട്ടാണ് പറയുന്നത്, പിൽഗ്രിംസ് ആയിട്ടാണ് പറയുന്നത്. അവരുടെ വരികൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങ് ചക്രവാളത്തിൽ വരെ നീണ്ടു കിടക്കുന്നുണ്ട്. ഹൊറൈസൺ മീൻസ് ചക്രവാളം. അപ്പോൾ അത്രയും ആളുകൾ വരുന്നുണ്ട്. ദ ഏഞ്ചൽ വാസ് ദ ഓൺലി വൺ ഹൂ ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. പക്ഷേ ഏഞ്ചൽ കാര്യമായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈയിങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ് മീൻസ് കൂട്. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ആക്ച്വലി ഒരു ചിക്കൻ കൂപ്പിലാണ് അവൻ ആക്കിയിട്ടുള്ളത്. അവൻ അവിടെ തന്നെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അറ്റ് ഫസ്റ്റ് ദേ ട്രൈ ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബാൾസ്. അപ്പോൾ ഈ വരുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവന് നേരെ ഇങ്ങനെ ഭക്ഷണം എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ മോത്ത് ബാൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണികളെയൊക്കെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നാഫ്തലിൻ പോലുള്ള ചെറിയ ഗുളികയൊക്കെയാണ് മോത്ത് ബാൾസ് എന്ന് പറയുന്നത്. അതെറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് ഹീ എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാന്റ് മഷ്. പക്ഷേ ഇവനെന്ത് ചെയ്യുന്നില്ല? അതൊന്നും കഴിക്കുന്നില്ല. ആകെ കഴിക്കുന്നതെന്ന് മാത്രം എഗ് പ്ലാന്റ് മഷ്. എഗ് പ്ലാന്റ് മീൻസ് വഴുതനം കൊണ്ടുള്ള അതിൻ്റെ മഷ് മാത്രമാണ് കഴിക്കുന്നത്. ഇറ്റ്സ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അപ്പോൾ ഇവൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ? പേഷ്യൻസ് ആണ്. ഇവൻ നല്ല ക്ഷമയോടെയാണ് ഇരിക്കുന്നത്. ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്കഡ് അറ്റ് ഹിം. ആ ക്ഷമ എത്രത്തോളം ഉണ്ട്? ഇവന് ചിക്കൻ കൂപ്പിലാണ്. അപ്പോൾ ഹെൻസൊക്കെ അവനെ പെക്ക് മീൻസ് കൊത്തുന്നുണ്ട്. ആ സമയത്തും അവന് ഭയങ്കര, ഈ ഏഞ്ചൽ ഭയങ്കരമായിട്ട് പേഷ്യൻ്റായിട്ട് ക്ഷമയോടെ ഇരിക്കും. സെർച്ചിങ് ഫോർ ദ
പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. ഈ ഹെൻസ് എന്തിനാ കുത്തുന്നത്? ഇവൻ്റെ ചിറകിൽ എന്തുണ്ട്? ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ട്. അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഹി വാസ് പേഷ്യൻ്റ് അഗെയിൻ വെൻ ദ ക്രിപ്പിൾസ് പുൾഡ് ഔട്ട് ഹിസ് ഫെതേഴ്സ് ടു ടച്ച് ദെയർ ലിംസ് വിത്ത്. മാത്രമല്ല പിന്നെ എപ്പോഴാണ് ഈ ഏഞ്ചൽ അവൻ്റെ ക്ഷമ കാണിക്കുന്നത്? ഈ വരുന്ന ആളുകൾ, ക്രിപ്പിൾസ് അല്ലേ, ഈ ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ചില സമയത്ത് ഈ ഏഞ്ചലിൻ്റെ ഫെതേഴ്സ് എടുത്തിട്ട് അവരുടെ ലിംസിൽ, കൈകാലുകളിലൊക്കെ, അവയവങ്ങളിലൊക്കെ വെക്കും. കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ അസുഖം സുഖപ്പെടാൻ വേണ്ടിയിട്ട് ആ ഫെതേഴ്സ് എടുത്തൊക്കെ അതിലൊക്കെ ടച്ച് ചെയ്യും. അപ്പോഴേക്ക് കാമായിട്ടിരിക്കും. ഹി റിമെയിൻ പേഷ്യൻറ്റ് വെൻ ഈവൺ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. ചില ആളുകൾ എന്ത് ചെയ്യും? അവനെ കല്ലെടുത്തെറിയും. അപ്പോഴും എന്ത് ചെയ്യും? ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, പേഷ്യൻ്റ് ആയിട്ടിരിക്കും. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ചില ആളുകൾ എന്ത് ചെയ്യും? ഇവനെ ബുദ്ധിമുട്ടി എണീപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. എങ്കിലേ അവർക്ക് ഈ ഏഞ്ചലിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഈ ഏഞ്ചൽ എന്ത് ചെയ്യുന്നുണ്ട്? ഭയങ്കരമായിട്ട് പേഷ്യൻ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓതർ പറയണ ഏറ്റവും നല്ല പേഷ്യൻ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഈ സൂപ്പർ നാച്ചുറൽ പവറായിട്ട്, ഈ ഏഞ്ചലിൻ്റെ സൂപ്പർ നാച്ചുറൽ പവറായിട്ട് ഓതറിന് തോന്നുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് പാർട്ട് ക്ലാസ്സാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊരു ലെങ്തി വീഡിയോ ആയത് കാരണമാണ് ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏഞ്ചലിന് എന്ത് സംഭവിച്ചു, പെലായിക്ക് എന്ത് സംഭവിച്ചു എന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. താങ്ക് യു.